ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ വരാൻ പോവുകയാണ്. നമുക്കറിയാം ഏതാണ് CPU. അപ്പൊ വരാൻ പോകുന്ന ജൂലൈ നോക്കൂ, വരാൻ പോകുന്ന ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസമാണ് നമ്മുടെ കേരള PSCന്റെ CPO, മെയിൻ CPO, അതുപോലെ തന്നെ ഉമൺ CPO, അതുപോലെ തന്നെ IRB പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ കേരള PSC പറഞ്ഞിരുന്ന ജൂൺ ടു ഓഗസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ ഓൾറെഡി വന്നു. നമ്മൾ വ്യക്തമായിട്ടുണ്ട് ജൂൺ മാസം നമുക്ക് എന്തില്ല, പരീക്ഷ ഇല്ല എന്ന് കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധ്യത എപ്പോഴാണ്? ഒന്നെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ് അടുത്ത പരീക്ഷാ സാധ്യത പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ CPOയ്ക്കും ഉമൺ CPOയ്ക്കും IRBക്കും ഒരേ സിലബസിലാണ് പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു ഉമൺ CPO, മെയിൻ CPO, IRB പരീക്ഷകളിലെ 20 മാർക്ക് തരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ശരിയല്ലേ? ആ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള പോലീസ് ആക്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സെഷൻസ് എല്ലാം കൃത്യമായി നമുക്ക് പരിശോധിക്കാം. ആരംഭിക്കാം നമുക്ക്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ശരി, അപ്പൊ നമുക്ക് നോക്കാം. കേരള പോലീസ് ആക്ട് 2011 നോക്കണേ. 2011 ഇങ്ങനെ ഒരു കേരള പോലീസ് ആക്ട് നിലവിൽ വരുന്നത് അല്ലെ. കേരളത്തിലെ പോലീസുകാരുടെ അവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ സർവീസുകൾ ജനങ്ങൾക്ക് കിട്ടാം, പോലീസുകാരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് പോലീസുമായി ബന്ധപ്പെട്ട ഒരു കേരള പോലീസ് ആക്ട് 2011 നമുക്ക് പഠിക്കാനുണ്ട്. 2011 കേരള പോലീസ് ആക്ട് എന്ന ഏറ്റവും ബേസിക് ആയ ആധികാരികം അറിയുക. രണ്ടാമത് നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കേണ്ട സെഷൻ 3 ആണ്. മറക്കല്ലേ, സെഷൻ 3 ആണ് പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച്. അപ്പോൾ കേരള പോലീസ് ആക്ട് 2011 സെഷൻ 3 പറയുന്ന കാര്യം എന്താണ്? പോലീസിന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെ, ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ ആണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി ഭരണ വ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമായിരിക്കണം. ഒന്നുകൂടെ നോക്കണേ, കഴിഞ്ഞില്ലേ? ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ. ബാക്കി വായിച്ചേ. ക്രമസമാധാനവും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും രാഷ്ട്ര സുരക്ഷയും മനുഷ്യാവകാശ സംരക്ഷണവും ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർ അനുഭവിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതായി പോലീസ് നിയമാനുസൃതമായി യത്നിക്കേണ്ടതാണ്. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷനെ അപ്ഹോൾഡ് ചെയ്ത് എല്ലാ ജനങ്ങളുടെ ക്രമസമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തി പ്രവർത്തിക്കണമെന്ന് കൃത്യമായി സെഷൻ 3 എടുത്തു പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ കേരള പോലീസ് ആക്ട് 2011 സെഷൻ 3 പറയുന്ന കാര്യം എന്താണ്? നോക്കൂ, പോലീസിന്റെ കർത്തവ്യങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, പോലീസിന്റെ കർത്തവ്യങ്ങളെ പറ്റി പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെഷൻ ഏതാ? സെഷൻ 3 ആണ്. അപ്പൊ നോക്കൂ, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭരണവ്യവസ്ഥയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്നും അതുപോലെ ഓരോ വ്യക്തികളുടെയും ഓരോ ജനങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ക്രമസമാധാനം ഉറപ്പുവരുത്തണമെന്നും കൃത്യമായി പറയുന്നു. സെഷൻ 3 വലിയ പാടില്ല, പെട്ടെന്ന് ഓർക്കാൻ കഴിയും. എങ്കിൽ മുന്നോട്ട് പോകുന്നു, പരിചയപ്പെടാം. അടുത്ത് നോക്കിയേ, സെഷൻ 4 നോക്കൂ. സെഷൻ 4 പറയുന്നത് ചുമതലകളെ എടുത്തെടുത്ത് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പോലീസിന്റെ ചുമതലകൾ എന്ന് കൃത്യമായി പറയുന്നു. നോക്കണേ, കേരള പോലീസ് ആക്ടിന്റെ സെഷൻ 4 പറയുന്നു പോലീസിന്റെ ചുമതലകൾ എന്തൊക്കെ. നമുക്ക് നോക്കാം. നോക്കൂ, ഈ ആക്ടിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി പറയുന്ന ചുമതലകൾ നിർവഹിക്കേണ്ടതാണ്. കുറെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം സെഷൻ 3 നമ്മൾ കണ്ടു. എന്താ കണ്ടത്? സെഷൻ 3 നമ്മൾ കണ്ടു പോലീസിന്റെ കർത്തവ്യങ്ങൾ ഇന്നതായിരിക്കണം കണ്ടു. ഇനി സെഷൻ 4 നമ്മൾ കാണുന്നു പോലീസിന്റെ ചുമതലകൾ എന്തൊക്കെയെന്ന് കാണുന്നു. അവിടെ നമുക്ക് നോക്കാം. മുകളിലേക്ക് നോക്കിയേ, പോലീസിന്റെ ചുമതലകൾ നമുക്ക് നോക്കോ. ഒന്നാമത്തെ ചുമതല എന്താണ്? പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. ഒരു ബയാസിങ് പാടില്ല. ഏത് നിയമത്തിലും കൃത്യമായിട്ട് പക്ഷാഭേദം കൂടാതെ കൃത്യമായിട്ട് ബയാസിങ് ഇല്ലാതെ കൃത്യമായി എന്താണോ ജസ്റ്റിസ്, എന്താണോ നീതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുക. അതാണ് സെഷൻ 4 ആദ്യം പറയുന്നത് അല്ലേ. അപ്പൊ നീതിക്ക് അനുസൃതമായി പ്രവർത്തിക്കാനാണ് സെഷൻ 4 ആദ്യമായി പറയുന്നത്. ഒന്ന്, അടുത്ത വായിച്ചു നോക്കിയേ. എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക.
അപ്പൊ ഓരോ പോലീസുകാരുടെയും ഡ്യൂട്ടിയാണ് എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാ? സെക്ഷൻ 4 കൃത്യമായി പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ ചുമതലകൾ എന്ന് കൃത്യമായി പറയുന്നു. എവിടെയാണ്? സെക്ഷൻ 4 കഴിഞ്ഞില്ല. 1, പക്ഷാഭേദം കൂടാതെ പ്രവർത്തിക്കുക. 2, എല്ലാ ആളുകളുടെയും ജീവനും സ്വത്തും മനുഷ്യാവകാശവും കൃത്യമായി സംരക്ഷിക്കണം. അതുപോലെ മുന്നോട്ട് പോകുന്നു. നോക്ക്, അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 4 3-ാമത്തെ ക്ലോസിൽ പറയുന്നു, സി ക്ലോസിൽ പറയുന്നു, രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയ അക്രമം, ആഭ്യന്തര കലാപം മുതലായവയ്ക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. അപ്പം രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കണം. അത് ഓരോ പോലീസുകാരുടെയും ഡ്യൂട്ടിയാണെന്ന് കൃത്യമായി പറയുന്നു സെക്ഷൻ 4. കഴിഞ്ഞില്ല, മുന്നോട്ട് പോകുന്നു. എങ്കിൽ നോക്ക്, പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ അതിനെ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കണം. പൊതു സമാധാനം നിലനിർത്തുക, പൊതു സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളും എവിടെ പറയുന്നു? സെക്ഷൻ 4 പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. നോക്കുക, പൊതു സുരക്ഷ ഉറപ്പാക്കുക, പൊതു സമാധാനം ഉറപ്പാക്കുക, ഇതെല്ലാം കൃത്യമായി പോലീസ് ആക്ടിൽ പറയുന്നു. കഴിഞ്ഞില്ല എങ്കിൽ മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്ക്. അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക. അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക എന്ന സെക്ഷൻ 4 ഈ ക്ലോസിൽ പറയുന്നു അല്ലെ. അപ്പൊ സെക്ഷൻ 4 ഈ ക്ലോസിൽ പറയുന്ന കാര്യം എന്താ? അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക എന്ന് കൃത്യമായിട്ട് ഈ ക്ലോസിൽ പറയുന്നു. ക്ലിയർ? എങ്കിൽ നോക്കൂ, സെക്ഷൻ 4 F ക്ലോസിൽ പറയുന്ന കാര്യം എന്താണ്? റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുകളും സംരക്ഷിക്കുക. ഒന്ന് ഹൈലൈറ്റ് ചെയ്യണേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഒന്നുകൂടെ വായിച്ചേ. സെക്ഷൻ 4 പോലീസിന്റെ ചുമതലകളിലെ കേരള പോലീസ് ആക്ടിൽ 2011 പോലീസിന്റെ ചുമതലകളിൽ സെക്ഷൻ 4 F പറയുന്ന ഒരു പോയിന്റ് ആണ് റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കുകയാണ്. അത് സെക്ഷൻ 4 തന്നെ F ക്ലോസിൽ പറയുകയാണ്. എങ്കിൽ നാം മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്കിയേ. ജിയിൽ പറയുന്ന കാര്യം എന്താ? നിയമപരമായി അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ ജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിയമപരമായ അധികാരങ്ങൾ പരമാവധി ഉപയോഗിക്കണം. എന്തൊക്കെ ഒരു ഏരിയയിൽ ഏതൊക്കെ രീതിയിലുള്ള നിയമപരമായി അല്ലെങ്കിൽ ലീഗലി എന്തൊക്കെ ഉപയോഗിക്കാം അതെല്ലാം ഉപയോഗിക്കുകയും കുറ്റകൃത്യങ്ങൾ തടയണം, പൂർണ്ണമായും തടയുക, അല്ലെങ്കിൽ പരമാവധി കുറച്ചു കൊണ്ടുവരണം. പരമാവധി 0 എന്ന അവസ്ഥയിലേക്ക് കൃത്യമായി കൊണ്ടുവരണം. അതുപോലെ നോക്കൂ, സെക്ഷൻ 4 H പറയുന്ന കാര്യം എന്താണ്? കുറ്റകൃത്യങ്ങളെ കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. ശ്രദ്ധിക്കണം, ഓരോ ക്ലോസും ഓരോ പോയിന്റുകളെ പറഞ്ഞു വെക്കുന്നു. നമ്മൾ കണ്ടു, റെയിൽവേ പോലെയുള്ള പൊതുനിരത്തുകൾ, റെയിൽവേ, റോഡ്, പാലങ്ങൾ, മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ സംരക്ഷിക്കുക എന്ന സെക്ഷൻ 4 F പറയുമ്പോൾ നോക്കൂ, സെക്ഷൻ 4 ജിയിൽ പറയുന്ന കാര്യം എന്താണ്? പോലീസിന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ചുമതലകളിൽ സെക്ഷൻ 4 ജിയിൽ പറയുന്ന കാര്യം എന്താണ്? നിയമപരമായി അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക. ക്ലിയർ? എങ്കിൽ നോക്കൂ, സെക്ഷൻ 4 H പറയുന്ന കാര്യം എന്താണ്? കുറ്റകൃത്യങ്ങളെ കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. ശരിയല്ലേ? ഓരോന്നും ഓരോ ക്ലോസ് ആണ്. സെക്ഷൻ 4 സബ് ക്ലോസുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി അത് നോക്കി വെക്കുക. ഒന്നെങ്കിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയും തെറ്റും ചോദിക്കാം, അതല്ലെങ്കിൽ ഇത് ഏത് ക്ലോസ് ആണെന്ന്, സെക്ഷൻ 4 F ആണോ, G ആണോ, H ആണോ എന്നിങ്ങനെ ഏത് ക്ലോസ് ആണെന്ന് കൃത്യമായിട്ട് ചോദിക്കാം. മുന്നോട്ടെ അടുത്ത പരിചയപ്പെടുക. നോക്കൂ, സെക്ഷൻ 4 I ക്ലോസിൽ പറയുന്ന കാര്യം എന്താണ്? I ക്ലോസിൽ പറയുന്നു, എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനം, ശ്രദ്ധിക്കണേ, ഏറ്റവും പ്രധാനമാണ്. അപ്പൊ നമ്മള് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചുമതലകളിൽ സെക്ഷൻ 4 ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് I ക്ലോസിൽ ഒരു കാര്യം പറയുന്നുണ്ട്.
എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ഇത് പോലീസിന്റെ ചുമതലയാണ്. അപ്പോൾ പോലീസുകാരുടെ ചുമതല കൃത്യമായി എണ്ണി എണ്ണി പറയുന്നതാണ് കേരള പോലീസ് ആക്ട് 2011 എന്നുള്ളത്. അപ്പൊ അതിൽ സെഷൻ 4-ൽ പോലീസിന്റെ ചുമതലകളിൽ എടുത്തു പറയുന്നു. സെഷൻ 4-ൽ അതിൽ പറയുന്ന കാര്യം എന്താണ്? എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. എങ്കിൽ വായിച്ചു നോക്ക്. ജെ സെഷൻ 4-ൽ ജയിൽ പറയുന്ന കാര്യം എന്താണ്? കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാനും പരിഹരിക്കുവാനും ശ്രമിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ഒന്നുകൂടെ സെഷൻ 4-ൽ ജയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ലോസ് ആണ് ഭാവിയിൽ വലിയൊരു സംഭവമാകുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ വലിയൊരു മർഡറിൽ അവസാനിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെ വരാവുന്ന ഇഷ്യൂസിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അങ്ങനെ അതായത് കുറ്റകൃത്യങ്ങളായിട്ട് പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, അവയെ തീർച്ചയായിട്ടും പൂർണ്ണമായും ഒഴിവാക്കാനും പരിഹരിക്കാനും ശ്രമിക്കണം. അതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത്. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ ഇടപെടണം. ആ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പരിഹരിച്ചിരിക്കണം. ഇതാണ് ഇവിടെ കൃത്യമായി പറയുന്നത് അല്ലെ? ഇപ്പൊ നോക്കൂ, ഇവിടെ സെഷൻ 4-ൽ അതിൽ പറയുന്ന കാര്യം എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക്കുകൾ കൃത്യമായി നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ക്രമീകരിക്കുകയും വേണം. ക്ലിയർ ആണേ? കഴിഞ്ഞില്ലേ? അടുത്ത വായിച്ചൂക്ക്. കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാനും പരിഹരിക്കുവാനും ശ്രമിക്കുക. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? വീണ്ടും മുന്നോട്ട് പോണേ, ശ്രദ്ധിക്കണേ. ആ ബോർഡിലേക്ക് നോക്കുക. അത് കെ ക്ലോസ്. അടുത്ത കെ ക്ലോസിൽ പറയുന്ന കാര്യം എന്താണ്? താ നോക്കൂ. സെഷൻ 4 കെ ക്ലോസിൽ പറയുന്നു, പ്രകൃതിദത്തമോ അല്ലാത്തതോ ആയ ദുരന്തമോ അത്യാഹതമോ അപകടമോ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടുകയും ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉചിതമായ സഹായവും നൽകുക. അല്ലേ? ഇപ്പൊ കൊറോണ ആവട്ടെ, വെള്ളപ്പൊക്കം ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളൊരു ഭൂകമ്പം ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മണ്ണിടിച്ചിലാവട്ടെ, എല്ലാ സ്ഥലത്തും ഒരേപോലെ കാണാൻ കഴിയുമാരെ? പോലീസിനെ. തീർച്ചയായിട്ടും അത് പോലീസിന്റെ ചുമതല ഉൾപ്പെടുന്ന ഒന്നാണ്, പോലീസിന്റെ ചുമതലയുടെ ഭാഗമാണ്. ആസ്മൃതി കേരള പോലീസ് ആക്ട് സെഷൻ 4-ൽ കേരള പോലീസിന്റെ ചുമതലയിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആണ് കെ ക്ലോസ്. അപ്പൊ സെഷൻ 4-ൽ കെ ക്ലോസിൽ പറയുന്ന കാര്യം എന്താണ്? പ്രകൃതിദത്തമോ അല്ലാത്തതോ ആയ ദുരന്തമോ അതല്ല അത്യാഹതമോ അപകടമോ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടുകയും ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉചിതമായ എല്ലാ സഹായവും കൊടുത്തിരിക്കണം. പോലീസിന്റെ സെഷൻ 4-ലെ കെ ക്ലോസ് ആണ്. സെഷൻ 4-ലെ സബ്സെഷൻ കെയിൽ പറയുന്ന മാറ്ററാണ്. എങ്കിൽ കഴിഞ്ഞില്ല, നോക്കൂ. സബ്സെഷൻ എല്ലിൽ പറയുന്ന കാര്യം എന്താണ്? പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ വ്യാപനം നടത്തുകയും ചെയ്യുക. ഒന്നുകൂടെ. അപ്പൊ സെഷൻ 4-ൽ എല്ലിൽ പറയുന്ന കാര്യം എന്താണ്? പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ വ്യാപനം നടത്തുകയും ചെയ്യുക. രാഷ്ട്ര സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസ് ഇറക്കണമോ? തീർച്ചയായിട്ടും ഇന്ന പ്രതിയെ പിടികൂടണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ ഒത്തുകൂടരുത്, എങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്ര സുരക്ഷയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള നോട്ടീസുകൾ പബ്ലിഷ് ചെയ്യാം, നോട്ടീസുകൾ പുറപ്പെടുവിക്കാം. തീർച്ചയായിട്ടും അതിന്റെ വ്യാപനങ്ങൾ കൃത്യമായി കണ്ടക്ട് ചെയ്യുക. ക്ലിയർ? അപ്പൊ നോക്കൂ, സെഷൻ 4-ൽ എല്ലു പറയുന്ന കാര്യം എന്താണ്? പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ കൃത്യമായി കളക്ട് ചെയ്യണം. മാത്രമല്ല അത് പരിശോധിക്കണം. അതുമാത്രമല്ല ആവശ്യമെങ്കിൽ കൃത്യമായി വ്യാപനങ്ങൾ നടത്തുകയും വേണം. കൃത്യമായി അതിനെ ബാക്കപ്പിൽ പരിശോധന നടത്തുക. അതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം ആണെങ്കിൽ ഇതിനെ തടയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഒരു പ്രതിയെ പിടിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ ഇറക്കാം അല്ലെ? ആ പ്രതിയെ കാണാനില്ല അല്ലെങ്കിൽ പ്രതിയെ പിടിക്കണമെന്ന് പറഞ്ഞ് ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ ഇറക്കാം. ക്ലിയർ? അപ്പൊ എനിവേ മുന്നോട്ട് പോകുന്നു. അടുത്ത നോക്കൂ. സെഷൻ 4-ലെ അടുത്ത ക്ലോസിൽ പറയുന്നു, എല്ല് കഴിഞ്ഞതാ എം അല്ലേ? എല്ല് കഴിഞ്ഞ എമ്മില് സെഷൻ 4-ലെ എം ക്ലോസിൽ പറയുന്ന കാര്യം എന്താണ്? കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. നല്ലൊരു ക്ലോസ് ആണ്, ചോദിക്കാൻ പറ്റിയൊരു ക്ലോസ് ആണ്. നമ്മൾ നേരത്തെ പാലങ്ങളുടെ കേസ് പറഞ്ഞില്ലേ? പാലങ്ങളുടെ കേസ് പറഞ്ഞ പോലെ ചോദിക്കാൻ പറ്റിയൊരു ക്ലോസ് ആണ്. നോക്കൂ, സെഷൻ 4-ലെ എം ക്ലോസ്. അപ്പൊ സെഷൻ ഈ നമ്പർ നോക്കുക കേട്ടോ. അത് എം ആണോ സെഷൻ 4 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് പറയാം. നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം.
കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്ന് കേരള പോലീസ് ആക്ടിന്റെ 2011 ഏത് വിഭാഗത്തിൽ പറയപ്പെടുന്നു? നോക്കൂ, കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ കേരള പോലീസ് ആക്ട് 2011 ഏത് സെഷന്റെ ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. നോക്കൂ, കേരള പോലീസ് ആക്ടിന്റെ KP ആക്ട് സെഷൻ 4 സബ്സെക്ഷൻ A ചോദിക്കാം, സെഷൻ 4 സബ്സെക്ഷൻ K ചോദിക്കാം, അതുപോലെ ഓപ്ഷനിൽ വീണ്ടും കാണാം സെഷൻ 4 സബ്സെക്ഷൻ M ചോദിക്കാം, അതുപോലെ ഓപ്ഷനിൽ വീണ്ടും കാണാൻ പറ്റും സെഷൻ 4 സബ്സെക്ഷൻ L ചോദിക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒന്ന് കടുപ്പിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ അല്ലേ. നോക്കൂ, കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണം പറയുന്നത് സെഷൻ 4 ഏതാണ്? സെഷൻ 4 M ആണ്. ശരിയല്ലേ? ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് കിട്ടിയായിരുന്നു. ഇതാണ് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്. എങ്ങനെയാണ് കേരള പോലീസ് ആക്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ നമ്മുടെ സെഷൻ 4 സെഷൻ 5 സെഷൻ 6 സെഷൻ 7 എന്നല്ല. അത് ഭയങ്കര എളുപ്പമായി പോകും ചോദ്യം. കാരണം നമുക്കറിയാം സെഷൻ 4 എന്ന് പറയുമ്പോൾ ഒരു പോലീസുകാരുടെ അവരുടെ ചുമതലകളെ പറ്റി എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല ചോദ്യം. അതിനകത്തോട്ട് കയറി ഈ സെഷന്റെ നമ്പർ മാത്രമല്ല ബൈ ക്ലോസ് സബ്സെഷൻ ചോദിക്കും. അപ്പൊ സെഷൻ 4A ആണോ 4K ആണോ 4M ആണോ 4L ആണോ? ആൻസർ ഏതാ? 4M ആണ്. ക്ലിയറല്ലേ? പരിചയപ്പെടാം. വീണ്ടും മുന്നോട്ട് പോകുന്നു. സെഷൻ 4 സബ്സെഷൻ N പറയുന്ന കാര്യം എന്താണ്? ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക. മേലുദ്യോഗസ്ഥന്റെ എല്ലാ ഉത്തരവുകൾ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഉത്തരവുകളെ ലംഘിക്കാനുള്ള അവകാശമില്ല. അപ്പൊ മേലുദ്യോഗസ്ഥന്റെ എല്ലാ ഉത്തരവുകളും കൃത്യമായി അനുസരിക്കണം. അതുപോലെ എല്ലാം കൃത്യമായി നടപ്പിലാക്കുകയും വേണം എന്ന് പറയുന്നു സെഷൻ 4 സബ്സെക്ഷൻ N അല്ലേ. സെഷൻ 4 സബ്സെക്ഷൻ N പറയുന്നേ മറക്കല്ലേ. സെഷൻ 4 ആണ്. സെഷൻ 4 സബ്സെക്ഷൻ N പറയുന്നു. ക്ലിയർ അല്ലേ? എവിടെയാണ്? സെഷൻ 4 സബ്സെക്ഷൻ N പറയും. ക്ലിയർ ആണ്. അപ്പൊ കേരള പോലീസ് ആക്ട് ആണ്. 4 മാർക്കിനാണ് നമ്മുടെ സിലബസിൽ കേരള പോലീസ് ആക്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത കേരള പോലീസ് ആക്ട് സെഷൻ 4 ഓ ക്ലോസിൽ പറയുന്ന മാറ്റർ നോക്കിയേ. പോലീസ് സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. പോലീസ് ഡിസിപ്ലിനെ പറ്റി പറയുന്നു അല്ലെ. നോക്കൂ, സെഷൻ 4 പറയുന്ന കാര്യം എന്താണ്? പോലീസ് സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കണം, അത് നിലനിർത്തണം എന്ന് പറയുന്നു. കഴിഞ്ഞില്ല, വീണ്ടും പോന്നു. സെഷൻ 4 P സെഷനിൽ പറയുന്ന കാര്യം എന്താണ്? ജനങ്ങൾക്കിടയിൽ പൊതുവായി സുരക്ഷിത ബോധം ഉറപ്പുവരുത്തുക. ജനങ്ങൾക്കിടയിൽ പൊതുവായി സുരക്ഷിത ബോധം ഉറപ്പുവരുത്തുക. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർ പ്ലേസിൽ ഗ്രാമത്തിൽ സ്ഥിരമായ ഒരു കള്ളൻ വിസിറ്റ് ചെയ്യുക, സ്ഥിരമായി ആക്രമണം നടത്തുകയാണ്. അപ്പൊ അവിടെ പോയി ഒരു കാരണവശാലും പോലീസുകാർ ജനങ്ങളെ വീണ്ടും ഭീതിപ്പെടുത്തരുത്. പകരം എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അവർക്കൊരു കോൺടാക്ട് നമ്പർ കൊടുക്കുകയും കൃത്യമായി സപ്പോർട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഒരു പോലീസിനെ അവിടെ വിന്യസിക്കുക. എന്നിങ്ങനെ എപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവായ സുരക്ഷിത ബോധം, പേടിക്കേണ്ട, ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ കാണും എന്ന് പറയുക മാത്രമല്ല, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം എന്നിങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവായി സുരക്ഷിതത്വ ബോധം എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഒരു ക്രൈം നടന്ന ഏരിയ, ഒരു മോഷണം നടന്ന ഏരിയ, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച ഏരിയയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അത് കൃത്യമായി പറയുന്നു. സെഷൻ 4 സബ്സെക്ഷൻ P-യിലാണ് അത് കൃത്യമായി പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ജനങ്ങൾക്കിടയിൽ പൊതുവായി സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്താൻ പറയുന്നു. സെഷൻ 4P സബ്സെക്ഷനാണ്. ക്ലിയർ അല്ലേ? അടുത്ത മുന്നോട്ട് പോകുന്നു. സെഷൻ 4Q ആണ്. പരിചയപ്പെടണേ. സെഷൻ 4Q-ൽ പറയുന്ന കാര്യം എന്താണ്? ഒന്ന് ശരിക്കും വായിച്ചു നോക്കിക്കോണം. സെഷൻ 4Q ആണ്. പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരായ നിരാലംബരായ കാണപ്പെടുന്ന ആളുകളുടെയോ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും
കഴിവുകളിൽ വ്യത്യസ്തതയുള്ള ആളുകളുടെയും ചുമതല ഏറ്റെടുത്ത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആണ്. പബ്ലിക് പ്ലേസ്, പൊതുനിരത്തുകളിൽ ഏറ്റവും നോക്കൂ, പൊതുസ്ഥലങ്ങളിലെയോ തെരുവിലെയോ നിസ്സഹാരായോ നിരാലംബരായി കാണപ്പെടുന്ന ആളുകളുടെ, എസ്പെഷ്യലി പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും കഴിവുകളിൽ വ്യത്യസ്തതയുള്ള ആളുകളുടെയോ ചുമതല കൃത്യമായി ഏറ്റെടുക്കണം. അവരെ കൃത്യസ്ഥലങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും ടി വിയിലും സിനിമയിലെ കാണാറുണ്ട് അല്ലേ? സിനിമയല്ല, എസ്പെഷ്യലി ലൈവായിട്ട് തന്നെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. കൃത്യമായ പോലീസുകാർ ഇന്ന തെരുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ കൃത്യമായിട്ടുള്ള അവരുടെ ഒരു പ്രശ്നങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുകയും അവരെ തെരുവിൽ നിന്ന് മറ്റുള്ള സുരക്ഷിത സ്ഥലങ്ങളിൽ മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പോലീസുകാരുടെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നു. ശരിയല്ലേ? സെഷൻ 4 എവിടെ പറയുന്നു? സെഷൻ 4 സബ്സെഷൻ ക്യൂവിൽ പറയുന്നു അല്ലേ? അപ്പൊ സെഷൻ 4 ആണ് 4 സബ്സെഷൻ ക്യൂവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റർ ആണത്. അപ്പൊ ഇത് എടുത്തു ചോദിക്കും. ഇതൊക്കെ എടുത്തു ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൃത്യമായി നോക്കുക. കഴിഞ്ഞില്ല സെഷൻ 4 ക്യൂ. കേരള പോലീസ് ആക്ടിന്റെ ക്യൂവും കഴിഞ്ഞെങ്കിൽ സെഷൻ 4 അതിൽ 6 നമുക്ക് പഠിക്കാം. നോക്കൂ, സെഷൻ 4 ആണ്. സെഷൻ 4 സബ്സെക്ഷൻ 6 നമുക്ക് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ പാലിക്കുക. എങ്ങനെ? തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി പാലിക്കുക. ഫോർ എക്സാമ്പിൾ, നോക്കുക, നമ്മുടെ തൃശ്ശൂർ പ്രൈം മിനിസ്റ്റർ വരുന്നു എന്ന് വിചാരിക്കുക. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രൈം മിനിസ്റ്റർ വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൽപ്പിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് ട്രാഫിക് പ്രോപ്പറായി ക്രമീകരിക്കാനായിരിക്കും. അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ ഇന്ന സ്ഥലത്ത് എൻട്രി ചെയ്യരുത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ, ഒരു വ്യക്തിക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൊടുത്തിരുന്ന ഡ്യൂട്ടി അദ്ദേഹം കൃത്യമായി പാലിക്കുക. കാരണം അദ്ദേഹത്തിന് ഇന്ന് നാളെ അദ്ദേഹത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്? ആ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് CM വരുന്നു. അപ്പൊ CMന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കൽ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ജോലി. അപ്പൊ കൃത്യമായി ആ ഡ്യൂട്ടി മാത്രം ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഇതാണ് സെഷൻ 4 6 കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും സെഷൻ 4 എസ് ക്ലോസിൽ സെഷൻ 4 എസ് ക്ലോസിൽ പറയുന്ന കാര്യം എന്താണ്? നോക്കിയേ, സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസരണം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റു ചുമതലകൾ നിർവഹിക്കുക. സർക്കാർ ഓരോ സമയത്തും ഓരോ ഡ്യൂട്ടി കൊടുക്കാം. ചിലപ്പം പബ്ലിക് സ്ഥാപനങ്ങളിലെ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ? പൊതുസ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റിയായി നിൽക്കാനായിരിക്കും. അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിന്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് ഗൺമാനായിട്ട് പോകാനായിരിക്കും. അപ്പൊ എനിവേ, സർക്കാർ എന്താണോ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി അത് കൃത്യമായിട്ട് ചെയ്യുക. അതാണ് സെഷൻ 4 എസ്സിൽ പറയുന്ന ക്ലോസ് അല്ലേ? അതാണ് സെഷൻ 4 എസ്സിൽ പറയുന്ന ക്ലോസ്. ഇത്രയാണ് നിലവിൽ നമ്മുടെ സെഷൻ 4 പരാമർശിക്കുന്ന നിങ്ങളുടെ എക്സാമിന് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ കേരള പോലീസ് ആക്ട് 2011 സെഷൻ 4 പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസുകാരുടെ ചുമതലകളാണ് പറയുന്നത്. സെഷൻ 3 നമ്മൾ പോലീസുകാരുടെ കർത്തവ്യങ്ങളെ കുറിച്ച് കണ്ടിരുന്നു. സെഷൻ 4 പറയുന്ന കാര്യങ്ങൾ എന്താണ്? പോലീസുകാരുടെ ചുമതലകളെ കുറിച്ച് പറയുന്നു. അതിൽ ഓരോ ക്ലോസ് ആയിട്ട് ABCD എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾ 6 വരെ കൃത്യമായിട്ട് പരിശോധിക്കുക. 6 അല്ല, S വരെ ഉണ്ട് അല്ലെ? S വരെ കൃത്യമായിട്ട് പരിശോധിക്കണേ, വിട്ടുപോകല്ലേ. ഓരോ ക്ലോസും ഇഞ്ച് ബൈ ഇഞ്ച് എടുത്ത് നോക്കുക. കളയാനില്ല, സ്കിപ്പ് ചെയ്യരുത്. 4 മാർക്കോളം നമ്മുടെ പോലീസ് ആക്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ട് പൂർണ്ണമായിട്ടും പഠിക്കാൻ പറയുന്നില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ് മാത്രമേ പഠിക്കാവൂ. കാരണം നിങ്ങളത് ഓൾറെഡി ആക്ട് പൂർണ്ണമായിട്ട് പഠിക്കും. ഓൾറെഡി നമ്മൾ തൃശ്ശൂർ ട്രെയിനിങ് കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ ആക്ടുകൾ പൂർണ്ണമായിട്ടും പഠിച്ച് അതിന്മേൽ പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ നിങ്ങൾ ട്രെയിനിങ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ആക്ട് പൂർണ്ണമായിട്ടും വേണ്ട. പകരം ആക്ടിൽ ആ സിലബസിൽ പറഞ്ഞേക്കുന്ന സെഷൻസ് മാത്രം മതി. അത് കൃത്യമായിട്ട് ഓർക്കണം. സിലബസിന്റെ പ്രിന്റ് ഔട്ട് കയ്യിൽ ഉണ്ടാവണം. ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ടിക്ക് ചെയ്ത് പോവുക കേട്ടോ. ക്ലിയർ. അടുത്ത നമുക്ക് നോക്കാം. സെഷൻ 7 ആണ്. നോക്കൂ, നമ്മുടെ കേരള പോലീസ് ആക്ടിന്റെ സെഷൻ 7 പറയുന്ന കാര്യങ്ങൾ നോക്കാം. കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശം. അപ്പൊ എങ്ങനെയാണ്
കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നു സെഷൻ 7. ശരിയല്ലേ? സെഷൻ 7 ആണ് എങ്കിൽ വായിച്ചു നോക്കുക. എല്ലാ ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യക്ഷമമായ എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു പോലീസ് സേവനത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്ന സമയത്ത് നമ്മളെ ഗൗനിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുക അത് പാടില്ല എന്ന് പറയുന്നു. നമ്മളെ പരാതി മുഖവിലയ്ക്ക് എടുക്കണം. എന്താണ് ആ പരാതി എന്ന് കൃത്യമായി കേൾക്കണം. ആവശ്യമെങ്കിൽ അതിന്മേൽ പരാതി കേസ് എടുക്കണം. ആവശ്യമെങ്കിൽ അതിന്മേൽ റെസിപ്റ്റുകൾ തരണം. റെസിപ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു സെഷൻ വരും ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ആ റെസിപ്റ്റ് തരണം, രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വരും സെഷനിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സെഷൻ 7 കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശത്തെ പറ്റി പറയുന്നു. മറക്കല്ലേ? അപ്പൊ നോക്കൂ, എല്ലാ ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. ക്ലിയർ എങ്കിൽ കഴിഞ്ഞില്ല. വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെട്ടെ, ശ്രദ്ധിക്കുക. നിലവിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് പരീക്ഷകളുടെ വരവാണിനി. ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ കേരള പോലീസ് ആക്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിലവിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് പരീക്ഷ ഒന്നേതാ? CPO. അതായത് നമ്മൾ ഈ ഒരു CPO, അതായത് CPO ഉണ്ട്, അതുപോലെ തന്നെ വുമൺ CPO ഉണ്ട്, അതുപോലെ തന്നെ IRB ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, ഈ വരുന്ന മെയ് 17-ാം തീയതി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സിന്റെ പരീക്ഷയുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ അത് NCA പോസ്റ്റ് ആയിരുന്നു. NCA പോസ്റ്റിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ. ശരിയല്ലേ? അതുപോലെ തന്നെ അപ്പൊ ഇത്രയും പരീക്ഷകളാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നതും പരീക്ഷാ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സിന്റെയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ CPO, മെൻ CPO, IRB, റെഗുലർ വിങ് IRB നോട്ടിഫിക്കേഷനാണ്. അപ്പം ഇങ്ങനെയുള്ള കേരളത്തിലെ എല്ലാ ഫോഴ്സുകൾക്കും ചേർത്തുള്ളൊരു ബാച്ചാണ് സല്യൂട്ട് ബാച്ച്. മറക്കല്ലേ? നമുക്ക് നിലവിലൊരു സല്യൂട്ട് ബാച്ച് അവൈലബിൾ ആണ്. സല്യൂട്ട് ബാച്ചിന്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം എല്ലാ ഫോഴ്സുകൾക്കും, ഇപ്പൊ CPO ആവട്ടെ, വുമൺ CPO ആവട്ടെ, IRB ആവട്ടെ, സിവിൽ എക്സൈസ് ആവട്ടെ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ NCA പരീക്ഷകൾ മെയ് മാസം നടക്കാൻ പോവുകയാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആവട്ടെ, ഇതെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യുന്ന കേരളത്തിലെ എല്ലാ ഫോഴ്സുകൾക്കും ഒറ്റ ബാച്ചാണ് സല്യൂട്ട് യൂണിഫോം ബാച്ച്. അപ്പൊ ഇതില് നിങ്ങളിപ്പോ CPO പ്രിപ്പയർ ചെയ്യാം, വുമൺ CPO ആകാം, IRB ആകാം, സിവിൽ എക്സൈസ് ആകാം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആവട്ടെ, ഏത് ബാച്ച് ആയാലും ശരി, തീർച്ചയായിട്ടും ആ പരീക്ഷയിൽ റാങ്ക് ഉറപ്പിക്കാൻ IRB നമ്മളെ സല്യൂട്ട് ബാച്ച് നമ്മളെ സഹായിക്കും. അപ്പോൾ സല്യൂട്ട് ബാച്ചിലേക്ക് നിലവിലെ ഫീസ് കൊടുത്തിരിക്കുന്നത് 2000 ഫീസ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അവിടെ ഏതെങ്കിലും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും സല്യൂട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ പരമാവധി ഫീസിന്റെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അരുൺ 20 എന്നൊരു കോഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യണേ. അരുൺ 20 എന്നൊരു കോഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക, അത് മറക്കരുത്. കോഡിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സല്യൂട്ട് ബാച്ചിന്റെ ഭാഗമാകണം. സല്യൂട്ട് ബാച്ചിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, 9265106769. അപ്പൊ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ബാച്ചുകളിലെയും, അതായത് ഓരോ പോസ്റ്റുകളിലെയും വിശദാംശങ്ങൾ അറിയാൻ പറ്റും. CPO, വുമൺ CPO, IRB ഓരോ ബാച്ചുകളിലെയും വിശദാംശങ്ങൾ അറിയാൻ പറ്റും. സല്യൂട്ട് ബാച്ചിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. ഏതെങ്കിലും ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അരുൺ 20 എന്നൊരു ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് ആണെങ്കിൽ കൃത്യമായിട്ട് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ബാച്ചുകളിലെ എല്ലാ ഡീറ്റെയിൽസുകളും അറിയാനായിട്ട് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൃത്യമായിട്ട് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിലേക്കൊന്ന് ടൈപ്പ് ചെയ്ത് വിടുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യലി ഡൗട്ടുകൾ, നിലവിലെ അപേക്ഷകരുടെ എണ്ണം, നിലവിലെ സിലബസിന്റെ കാര്യങ്ങൾ, പരീക്ഷാ മാസം, എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്നുകിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക, അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നേരെ ഗൂഗിളിൽ കയറി നമ്മുടെ ബാച്ചുകളുടെ ലിസ്റ്റ് അറിയണമെങ്കിൽ നേരെ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ നിങ്ങൾ AZB എന്ന് കൊടുക്കുക കേട്ടോ. നേരെ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ AZB കോഴ്സസ് എന്ന് കൊടുക്കണേ. സെർച്ച് ചെയ്യുക, AZB കോഴ്സസ് എന്ന് കൊടുക്കുക. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് കിട്ടും. അവിടെ ഗ്രൂപ്പ് D, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച്, ലോങ് ടൈം LDC, സെക്രട്ടേറിയറ്റ് ബാച്ചുകൾ, സബ് ഇൻസ്പെക്ടർ ബാച്ചുകൾ, ALP ബാച്ചുകൾ എന്നിങ്ങനെ എല്ലാ ബാച്ചുകളുടെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും.
അപ്പോൾ അതിൽ ഏത് ബാച്ചിനെ പറ്റി അറിയാനായിട്ടും ഇതാണ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആപ്പുകൾ, നമ്മുടെ AZBന്റെ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കാം, കേരള പോലീസ് ആക്ട് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓരോ ദിവസവും കേരള പോലീസ് ആക്ടിന് ഓരോ സെഷൻസ് ഉണ്ടാകും. ഒരു 5 സെഷൻ കഴിയുമ്പോഴേക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പൊ ഇത് കൃത്യമായിട്ട് നോക്കുക. ഇത് കൃത്യമായി പഠിച്ച് കൂടെ വരിക. ഒരു 5 സെഷൻ കഴിയുമ്പോൾ കൃത്യമായിട്ട് എന്റെ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പൊ അതിലും കൃത്യമായി പങ്കെടുത്ത് കേരള പോലീസ് ആക്ടിൽ 4ൽ 4 മാർക്കും സ്കോർ ചെയ്യുക. പോലീസ് ആക്ട് മാത്രമല്ല, സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്കും സ്കോർ ചെയ്യുക, മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ പറയാം. അപ്പൊ നമ്മൾ കേരള പോലീസ് ആക്ട് ആരംഭിച്ചിട്ടുണ്ട്. ആ സെഷൻസുകൾ സെഷൻ 3ഉം 4ഉം നിലവിൽ പറഞ്ഞിരിക്കുന്ന 7ഉം ഒക്കെ കൃത്യമായി നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാവൂ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.